മൂവാറ്റുപുഴയിൽ 8 പേരെ കടിച്ച നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. മണ്ണുത്തി വെറ്റിനറി കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. രജിത് കുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. രജിത്ത്, ഏറ്റവും വേദനാജനകമായ സംഭവം, 8 പേരെ കടിച്ച നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ഈ കടിയേറ്റ ആളുകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകും. ഇപ്പോൾ അവരുടെ ഒരു ആരോഗ്യനില എങ്ങനെയാണ്? അത് സംബന്ധിച്ച വിവരങ്ങൾ. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മൂവാറ്റുപുഴ നഗരത്തിൽ വ്യാപകമായി നായയുടെ ആക്രമണം ഉണ്ടാകുന്നത്. 3, 4, 5, 8 വാർഡുകളിലായുള്ള ആളുകൾക്ക് നേരെയാണ് നായയുടെ ആക്രമണം ഉണ്ടായതും. 8 പേരെ നായ കടിക്കുകയും ചെയ്തിരുന്നു. സ്വകാര്യ വ്യക്തി വളർത്തിയിരുന്ന നായാണ് ഇത്തരത്തിൽ കെട്ടഴിച്ചു വന്ന് ഈ ആളുകളെ കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതും. തുടർന്ന് ഈ നായയെ നിരീക്ഷണത്തിലാക്കുകയും ഈ കടിയേറ്റ ആളുകൾക്ക് പ്രാഥമിക ചികിത്സയും പ്രതിരോധ കുത്തിവയ്പ്പടക്കം നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നിരീക്ഷണത്തിലുണ്ടായിരുന്ന കഴിഞ്ഞ ഞായറാഴ്ച ചത്തതോടുകൂടിയാണ് ഇതിന്റെ പോസ്റ്റ്മോർട്ടവും പിന്നീട് ഇതിന്റെ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ വെറ്റിനറി സർവകലാശാലയിൽ പൂർത്തീകരിച്ചത്. ആ പരിശോധനയിലാണ് ഇപ്പോൾ നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് നഗരസഭയിൽ അടിയന്തര കൗൺസിൽ യോഗം ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടിയന്തര കൗൺസിൽ യോഗത്തിൽ പ്രദേശത്തെ മറ്റു നായ്ക്കളെ നിരീക്ഷിക്കുന്നതിനൊപ്പം തന്നെ ഇവയ്ക്ക് പ്രതിരോധ കുത്തിവയ്പ് അടക്കം നൽകുന്നതിനുമുള്ള നടപടികൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാളെ രാവിലെ മുതൽ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ആരംഭിക്കും എന്നാണ് നഗരസഭ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അടിയന്തര യോഗം, നഗരസഭയുടെ അടിയന്തര കൗൺസിൽ യോഗം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള ഏത് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിനാണ് ഇപ്പോൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇത്തരത്തിൽ പ്രദേശത്തെ മറ്റു തെരുവ് നായ്ക്കളെ അടക്കം നിരീക്ഷിക്കുന്നതിനും ഇവയ്ക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നതിനുമുള്ള തീരുമാനം കൗൺസിൽ യോഗത്തിൽ എടുത്തിട്ടുണ്ട്. രജിത് കുമാറാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.